ഞാനിന്ന് മുരിങ്ങയില സൂപ്പാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1-1.5 കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങയില ഇളയ തണ്ടെല്ലാം ഉപയോഗിക്കാം. ഇതുപോലെ ഉതിർത്തെടുത്താൽ മതി, അല്ലാതെ ഓരോരോ ഇലയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇളയ തണ്ട് വേവിക്കുന്നതിൽ ചേർക്കാം. പിന്നെ തക്കാളി 2 എണ്ണം, സവാള 1, 1 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഒരു സൂപ്പ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും. അതിനുവേണ്ടി ഞാൻ ഈ മുരിങ്ങയിലയിൽ 4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 1-1.5 കപ്പ് മുരിങ്ങയിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ചേർക്കണം. അതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളച്ച് 2 കപ്പാവുന്നത് വരെ കുറുക്കണം. അത് കുറുക്കിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് ഉരച്ച് പിഴിയണം. അതിലെല്ലാ ചാറും എടുത്തതിന് ശേഷം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മുരിങ്ങയിലയിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. ഏകദേശം ഒരു 2 കപ്പ് വെള്ളമാകുന്നത് വരെ വേവിക്കണം. ഇത് വെള്ളം വറ്റി നന്നായിട്ട് വെന്തു. ഏകദേശം 2 കപ്പ് വരെ ആയിട്ടുണ്ടാവും. ഇതിനാൽ ഞാൻ മൂടി എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇത് ഒരരിപ്പയിലേക്ക് ഒഴിക്കണം. ഇനി ഇത് നന്നായിട്ട് തേച്ച് ഇതിൻ്റെ ഫുൾ ചാറും എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചാറ് വന്നിട്ടുണ്ട്. ആ ചാറുകൊണ്ടാണ് നമുക്ക് സൂപ്പ് ഉണ്ടാക്കേണ്ടത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെണ്ണ ചേർക്കണം. വെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കണം. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അപ്പോഴേക്കും മൈദപ്പൊടി ഒരുവിധം അതിൻ്റെ പച്ചച്ചവ മാറിയിരിക്കും. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാല് കുറേശ്ശെയായിട്ട് ചേർക്കണം. പാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. പിരിയാതെ നോക്കണം. ഭയങ്കര നല്ലതാണ്. ഷുഗറുള്ള ആൾക്കാർക്കെല്ലാം കുടിക്കാൻ പറ്റിയ സൂപ്പാണ്. പിന്നെ നമുക്കൊരസുഖവും വരില്ല. തിളച്ച് നല്ല കൊഴുത്ത് വരുമ്പോഴാണ് നമുക്കിതിൽ പിന്നെ ഈ സൂപ്പും ഉപ്പും കുരുമുളകും ചേർക്കേണ്ടത്. ഞാനിതിലേക്ക് വേറെ ചാറെടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് വന്നു. മുരിങ്ങയിലയും തക്കാളിയും സവാളയും 3 കൂടി വേവിച്ചിട്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് 2 ഗ്ലാസ് ആക്കി. ആ 2 ഗ്ലാസ് വെള്ളമാകുമ്പോൾ അത് കുറുക്കിയിട്ട് അരിച്ചെടുത്തതാണ്. ഞാനിതിപ്പം ഇനി ഇതിലേക്ക് ചേർക്കുവാണ്. സൂപ്പ് തിളക്കുമ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. സൂപ്പ് റെഡിയായി. ഇനി പാത്രത്തിലേക്ക് മാറ്റാം.
എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.